ജി ഗോപകുമാർ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്ന് പാർലമെന്റിൽ സാധാരണ പോലെയുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുവാനുള്ള ഭേദഗതി ബിൽ ചർച്ച ചെയ്യുമ്പോഴാണ് ഇത്. പക്ഷേ അതിനും അപ്പുറത്തായിട്ട് CJP നേടിയ ഈ വിജയം പ്രതിപക്ഷ ആരോപണത്തിന്റെ മൂർച്ച കൂട്ടുകയല്ലേ ചെയ്തിരിക്കുന്നത്? പൊതുവെ പ്രതിരോധത്തിലായിരുന്നു പ്രതിപക്ഷം. ഇന്ത്യ സഖ്യത്തിന് വലിയൊരു കൂട്ടായ്മ എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ശക്തി പ്രാപിച്ച ഒരു പ്രതിപക്ഷം, ആ രീതിയിൽ താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? നിശ്ചയമായിട്ടും ഡൽഹിയിലെ വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭണവും തുടർന്നുണ്ടായ മന്ത്രിയുടെ രാജിയുമെല്ലാം പ്രതിപക്ഷ കക്ഷികൾക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. വിഘടിച്ചു നിന്നിരുന്ന പലരും ഒരു പ്രതീക്ഷയോടെ മുന്നിൽ വരുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രതിപക്ഷ കക്ഷികളേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികളാണ് എന്നുള്ളതും, എന്നാൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരം അത്യപൂർവമായി മാറിയെന്നും അതിന് വലിയ ജനകീയ പിന്തുണ പ്രത്യേകിച്ച് സൈബർ ഇടത്തിൽ ലഭിച്ചതുമെല്ലാം പ്രതിപക്ഷ കക്ഷികളെ ഞെട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭരണകക്ഷി എന്നുള്ള നിലയിൽ വലിയൊരു പ്രതിരോധത്തിലെത്താൻ സർക്കാരിന് നിർബന്ധിതമായി എന്നുള്ളതും വസ്തുതയാണ്. ഈ പശ്ചാത്തലത്തിൽ പാർലമെന്റ് കൂടുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ഒന്നിച്ചു നിന്നുകൊണ്ട് ഭരണകക്ഷിയെ ആക്രമിക്കാനും പ്രതിരോധത്തിലാക്കാനും ശ്രമിക്കും. പക്ഷെ തൊട്ട് മുമ്പ് നമ്മൾ കണ്ട ഒരു രാഷ്ട്രീയ നീക്കം പ്രതിപക്ഷ കക്ഷികളിൽ ചില കക്ഷികളെങ്കിലും ഭരണ മുന്നണിയോട് അടുത്തു വരാൻ സാധ്യതയുണ്ട് നമ്മൾ കേട്ട ഒരു പശ്ചാത്തലവുമുണ്ട്. പ്രത്യേകിച്ച് വനിതാ സംവരണവും മണ്ഡല പുനർനിർണയവും ഒക്കെ പാസ്സാക്കാനുള്ള സാഹചര്യം അടുത്തു വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ യൂണിഫോം സിവിൽ കോഡ് പോലെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള താല്പര്യം ഭരണകക്ഷിക്ക് ഭരണമുന്നണിക്ക് ഉള്ളപ്പോൾ കൂടുതൽ പ്രതിപക്ഷ കക്ഷികളെ തങ്ങളുടെ കൈവശം കൊണ്ടുവന്ന് ഒരുപക്ഷെ DMK ന്യൂട്രലായി നിന്നു കഴിഞ്ഞാൽ 2/3 ഭൂരിപക്ഷത്തിനടുത്ത് ഭരണഘടനാ ഭേദഗതിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പശ്ചാത്തലത്തിലാണ് ഓർക്കാപ്പുറത്തുള്ള വിദ്യാർത്ഥി സമരം, അതുണ്ടാക്കിയ സംഭവവികാസം ഭരണമുന്നണിയെ ജനവിരുദ്ധമാക്കി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജനങ്ങളുടെ കണ്ണിൽ വളരെ പെട്ടെന്ന് ഗവൺമെന്റിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഭരണമുന്നണിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ മുറയില് ആത്മവിശ്വാസം ഭരണമുന്നണിയേക്കല്ല പ്രതിപക്ഷത്തിനാണ് എന്നുള്ള താങ്കളുടെ നിരീക്ഷണത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പക്ഷേ രാഷ്ട്രീയം ഒരു ദിവസം കൊണ്ട് തുടങ്ങുകയും അവസാനിക്കുകയും ചെയ്യുന്നതല്ല. നാളെ എങ്ങനെ വരുമെന്നുള്ളത് പ്രവചിക്കാനും പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ 2 വർഷവും ഏതാണ്ട് 10 മാസവും കഴിഞ്ഞ ഒരു ഗവൺമെന്റിന് ഇനി മുന്നോട്ടുള്ള കാലാവധി അതെങ്ങനെ അടുത്ത 2 വർഷം 2.5 വർഷത്തോളം കയ്യിലുള്ളപ്പോൾ അതെങ്ങനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്നും 2029 തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ശക്തമായി നേരിടാമെന്നും, മറുവശത്ത് പ്രതിപക്ഷം ഒരുപക്ഷെ ഒരു പൊതുവായൊരു നേതാവിനെ ഉയർത്തിക്കാട്ടി, ഞാൻ ഓർക്കുന്ന രംഗം 1989 അന്ന് വിഘടിച്ചു നിന്ന പ്രതിപക്ഷം ഒറ്റക്കെട്ടായി VP സിംഗിന്റെ കീഴിൽ വന്ന ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു പശ്ചാത്തലം ഇപ്പൊ ഇല്ല എന്ന് നമുക്ക് നന്നായിട്ടറിയാം. പക്ഷെ രാഷ്ട്രീയത്തിൽ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ KC വേണുഗോപാൽ MP സംസാരിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അതിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ P. ശ്യാംരാജ്, താങ്കൾ എങ്ങനെ കാണുന്നു ഇപ്പോൾ ഡോക്ടർ G. ഗോപകുമാറിന്റെ ഈ വിലയിരുത്തൽ? പ്രതിപക്ഷത്തിന് ശക്തി വന്നിട്ടുണ്ട്, അതിന് കാരണം CJPയുടെ പ്രക്ഷോഭ വിജയമാണ്. അതിന്റെ ക്രെഡിറ്റ് പ്രതിപക്ഷത്തിന് കിട്ടുമോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അത് യുവാക്കളുടെ വിജയമായി വിലയിരുത്തുകയും ചെയ്യാം. പക്ഷേ ഊർജം സംഭരിച്ചുള്ള ഒരു പ്രതിപക്ഷത്തെയാണ് ഇപ്പോൾ സർക്കാർ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. ശ്രീ മഞ്ജുഷ്, നോക്കൂ, ഇപ്പോൾ ഈ കാണുന്ന ഇന്ന് പാർലമെന്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഇന്നലെയും ഒക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെയും മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെയൊക്കെ പ്രകടനം അവർ ഊർജം സംഭരിക്കാനൊക്കെ ആണെങ്കിൽ അതിനു വേണ്ടിയിട്ട് അവർ വിദ്യാർത്ഥികളെ മറന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. നോക്കൂ, ഈ ഒരു വിഷയത്തിൽ അവരുടെ ആത്മാർത്ഥത എന്താണ് എന്നുകൂടി നമ്മൾ ഈ സമയത്ത് നിന്ന് ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇത്തരത്തിലുള്ള ഒരു ബില്ല് കൊണ്ടുവരുമ്പോൾ, ഒരു ആക്ടിന്റെ അമെന്റ്മെന്റ് കൊണ്ടുവരുമ്പോൾ അതിൽ ഇന്നലെ യാതൊരു രീതിയിലും പങ്കെടുക്കാതെ എന്നാൽ ഇന്ന് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഈ ബില്ല് അത് ഒരു ആക്ടായിട്ട് മാറണമെന്ന് അവർക്കൊരു നിർബന്ധമേ ഇല്ല. കാരണം including baton charges, assault on women,
pellet injuries and attacks by unidentified individuals. In the name of police, so many people were there. The violence included persons in uniform and in civilian clothes being forced against protesters, involving women protesters and people carrying sticks. These allegations demand an independent and transparent investigation. Home Minister should come to the House and he should announce an inquiry. Nothing less than is not sufficient, sir. Yes. The country needed that. Home Minister should come to the House and he should announce an inquiry, impartial inquiry, to investigate what has happened against the students. We need that very much. Anyone responsible, whether unauthorized police personnel or vigilant who inflicted the protest, must be identified and held accountable. Because peaceful students are not enemies of the state, sir. They are citizens of this India, and the government must answer for the treatment of its own young citizens. We ourselves are to undergo this brutality by the police. I think who told that Shiv Sena member told about it. When LOP went to Prime Minister's house, when LOP went to Prime Minister's house, Jitendra Singh came there to meet us. The way in which a police handled the leader of opposition of the country. Shame. Entire world witnessed that. Entire world witnessed that. Yes. We didn't have any botheration for that. LOP told very clearly that I'm not bothered about police beating me, but I am bothered about police beating students. That is what the LOP told. പരീക്ഷാ പേപ്പർ ചോർച്ച തടയുവാനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ ചർച്ച ചെയ്യുമ്പോൾ KC വേണുഗോപാൽ സംസാരിക്കുകയായിരുന്നു. അന്വേഷണം വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ശ്രീ ശ്യാംരാജ്, പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ വരാത്തതിനെയും പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയാണ്. ചോദ്യങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുകയാണോ എന്നതാണ് ആരോപണം. അത് നോക്കുമ്പോൾ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ വന്നാൽ ഇവർ മറ്റെന്തെങ്കിലും ഒരു ന്യായം ഉണ്ടാക്കുന്നു. ഇവരെ സംബന്ധിച്ചിട്ട് ഈ വിഷയം ഇങ്ങനെ നിർത്തുക എന്നതിനപ്പുറത്തേക്ക് ഇവർക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ട്, ഇതിനൊരു പരിഹാരം കാണാൻ ആഗ്രഹമുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്താണ്? യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് നിലവിൽ ഇത്തരത്തിലുള്ള ഒരു പേപ്പർ ലീക്കേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകാം. ഇന്ന് കേന്ദ്ര സർക്കാർ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ള എന്താണ്? അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെ പറയുകയും അതിനകത്ത് എന്താണ് കാര്യങ്ങളെന്നുള്ള പബ്ലിക് അറിയട്ടെ എന്ന് പറയുകയും ചെയ്യുമ്പോൾ മറുവശത്ത് എന്തിനാണ് കിടന്ന് ഇത്തരത്തിലുള്ള ബഹളം ഉണ്ടാക്കുന്നത്? ഈ വിഷയത്തിലൊരു പരിഹാരം കാണുവാൻ വേണ്ടിയിട്ടോ ഇവിടെ ഒരു നിയമം ഉണ്ടാകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പരീക്ഷാ ചോർച്ച നടത്തുന്ന കള്ളന്മാർക്കെതിരെ നടപടി ഉണ്ടാക്കണമെന്നോ കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നില്ല എന്ന്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാടുകളോട് ഒരു മുന്നോട്ട് പോകുന്നത്. ഞാനിപ്പോൾ 2010 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2010 UPA സർക്കാർ തന്നെ ഒരു ബില്ല് കൊണ്ടിരുന്നു. ഈ കോപ്പിയടിക്കെതിരെ 2010 UPA സർക്കാർ തന്നെ ഒരു ബില്ല് കൊണ്ടിരുന്നു. പക്ഷെ അവരത് പാസ്സാക്കിയിട്ടില്ല അവർ. എന്ന് പറഞ്ഞാൽ അന്ന് തൊട്ടേ അവർക്ക് ഇതിനകത്തൊരു ആഗ്രഹമില്ല. ഇനി ഈ രാജ്യത്ത് ചോർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ചോദ്യപേപ്പറിന്റെ ലിസ്റ്റൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കലാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇവിടെ കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് കൃത്യമായിട്ടുള്ള ഈ ചർച്ചകളിൽ പങ്കെടുക്കുകയും ഈ ബില്ല് പാസ്സാകാൻ അവർക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അതല്ല അവർക്ക് ഈ വിഷയം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനാണെങ്കിൽ അവർ നടത്തിക്കൊള്ളട്ടെ. അതല്ല, പ്രതിപക്ഷ സഹകരണത്തോടെ തന്നെ പാസ്സാക്കുവാൻ തന്നെയാണ്, പ്രതിപക്ഷ സഹകരണത്തോടെ ആയിരിക്കും പാസ്സാക്കുക. അവരെ സമ്മതിച്ചിട്ടുമുണ്ട്. പക്ഷെ അവർ ഉന്നയിക്കുന്ന മറ്റു പ്രശ്നങ്ങളുണ്ട്. ഡൽഹിയിലെ പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.